ഇന്ന് അന്ത്യ അത്താഴത്തിന്റെ സ്മരണയിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിക്കുകയാണ്. ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകളും കാൽകഴുകൽ ചടങ്ങുകളും നടക്കും. വിശുദ്ധ വാരത്തിലെ പീഡാനുഭവ സ്മരണകളുടെ ഭാഗമായി നാളെ ലോകമെങ്ങും ദുഃഖവെള്ളിയും ആചരിക്കും. കൊച്ചിയിൽ നിന്ന് സൈഫുനീസയും കോട്ടയത്ത് നിന്ന് അജിത്തും തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസും നമുക്കിപ്പം തത്സമയം ചേർന്നുണ്ട്. പള്ളികളിൽ ശുശ്രൂഷകളും പുരോഗമിക്കുകയാണ്. ആദ്യം സൈഫുനീസയിലേക്ക് പോവുകയാണ്. സൈഫു, ഗുഡ് മോർണിംഗ്. പള്ളികളിൽ ചടങ്ങുകൾ പുരോഗമിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. സൈഫുനീസ, കേൾക്കാമോ? കേൾക്കാം. ഗുഡ് മോർണിംഗ് സൈഫുനീസ. അവിടെ പള്ളികളിൽ ചടങ്ങുകൾ പുരോഗമിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. ഗുഡ് മോർണിംഗ് സേതു. ഇപ്പോൾ ഞാനുള്ളത് കാക്കനാട് മൗണ്ട് സെന്റ് തോമസ് ആണ്. സീറോ മലബാർ സഭയുടെ ആസ്ഥാന ആണ് മൗണ്ട് സെന്റ് തോമസ്. മൗണ്ട് സെന്റ് തോമസിലാണ് ഇപ്പോൾ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിന്റെ നേതൃത്വത്തിൽ പെസഹ വ്യാഴത്തിന്റെ ഭാഗമായുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷമാകും കാൽക്കഴുകൽ ശുശ്രൂഷ ആരംഭിക്കുക. യേശു ക്രിസ്തു ശിഷ്യന്മാർക്കൊപ്പം നടത്തിയ അവസാനത്തെ അത്താഴത്തിന്റെ സ്മരണ പുതുക്കിയാണ് ഇന്ന് ലോകമെങ്ങുമുള്ള ക്രിസ്ത്യാനികൾ ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിക്കുന്നത്. ദേവാലയങ്ങളിൽ കുർബാനയും അനുബന്ധ ചടങ്ങുകളും നടക്കുന്നുണ്ട്. പല ദേവാലയങ്ങളിലും ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഇന്ന് അർദ്ധരാത്രി വരെ ഈ കാൽക്കഴുകൽ ശുശ്രൂഷയും പെസഹ വ്യാഴത്തിൻ്റെ ഭാഗമായുള്ള ആരാധനകളും നീളും സഹനത്തിൻ്റെയും ഒപ്പം തന്നെ ത്യാഗത്തിൻ്റെയും ഓർമ്മ പുതുക്കിയാണ്. ഈ ശിഷ്യന്മാർക്കൊപ്പം ഒരു വിനയത്തിൻ്റെ സന്ദേശം കൂടി യേശു ക്രിസ്തു പകർന്നു നൽകിയതിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുന്നത്. ഒപ്പം തന്നെ ഈ നോമ്പിൻ്റെ ഏറ്റവും തീവ്രതയിലേക്ക് ഇന്ന് കടക്കുകയും കൂടിയാണ്. കാരണം പെസഹ വ്യാഴം എത്തുന്നതോടുകൂടി ഇനി പ്രധാനപ്പെട്ട 3 ദിവസങ്ങളാണ് വരുന്നത്. ഈ 3 ദിവസങ്ങൾ ദുഃഖവെള്ളി മുതൽ ഈസ്റ്റർ വരെയുള്ള 3 ദിവസങ്ങളിൽ പൂർണ്ണമായും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന ദിവസങ്ങളാകും ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ. അതിൻ്റെ ഒരു തുടക്കം കൂടിയാണ് ഇന്ന് പെസഹ വ്യാഴത്തിന്. ഇന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം കൂടിയാണ്. ആ രീതിയിലുള്ള പ്രാർത്ഥനാ ചടങ്ങുകളും വിവിധ ദേവാലയങ്ങളിൽ ഇന്ന് നടക്കുന്നുണ്ട്. മുളന്തുരുത്തി മാർത്തോൺ യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ ഇന്ന് ഉച്ചയ്ക്കാണ് 2 മണിക്കാണ് കാൽക്കഴുകൽ ശുശ്രൂഷ നടക്കുക. അവിടെ കാതോലിക്ക ബാബ ബസേലിയോസ് ജോസഫ് ബാബയുടെ നേതൃത്വത്തിൽ കാൽക്കഴുകൽ ശുശ്രൂഷകൾ നടക്കും. ഇപ്പോൾ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയാണ്. രാവിലെ 6 മണി മുതൽ തന്നെ പ്രത്യേക പ്രാർത്ഥനകളെല്ലാം തന്നെ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ 7 മണിക്കാണ് പെസഹ വ്യാഴത്തിന്റെ ഭാഗമായുള്ള പ്രാർത്ഥനകൾ ആരംഭിച്ചത്. ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് ഇതിന് നേതൃത്വം നൽകുകയാണ്. അതിനുശേഷം കാൽക്കഴുകൽ ശുശ്രൂഷയും നടക്കും. ശരി. കോട്ടയത്ത് നിന്ന് അജിത്തും തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസും കൂടി നമുക്കിപ്പോൾ ഉണ്ട്. അജിത്ത് ഇപ്പോൾ എവിടെയാണ്? അവിടുത്തെ ചടങ്ങുകൾ എന്തൊക്കെയാണ്? സത്യലക്ഷ്മി, ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നായ പഴയ സെമിനാറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ഇത്തരത്തിൽ കുർബാനകൾ, ഓർത്തഡോക്സ് സഭ പള്ളികളിലെ കുർബാനകൾ പൂർത്തിയായിട്ടുണ്ട്. രാവിലെ 2 മണിക്ക് ആരംഭിച്ചതാണ്. അല്പസമയത്തിന് മുമ്പാണ് എല്ലായിടത്തെയും കുർബാന പൂർത്തിയായത്. സഭാധ്യക്ഷൻ ബസേലിയോസ് ഇത്തരത്തിൽ മർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാബയുടെ നേതൃത്വത്തിൽ പാമ്പാടി ദേറയിലായിരുന്നു ഇത്തരത്തിൽ ചടങ്ങുകൾ നടന്നത്. അത് പൂർത്തിയായി. അല്പസമയത്തിന് മുമ്പ് അദ്ദേഹം സന്ദേശം ഉൾപ്പെടെ നൽകുന്ന തിരുമേനി സന്ദേശം ഉൾപ്പെടെ നൽകുന്ന സ്ഥിതി ഉണ്ടായി. ലോകത്താകമാനം സമാധാനത്തിൻ്റെയും വലിയ രീതിയിലുള്ള പീഡാനുഭവങ്ങളുടെയും ഒക്കെ ഓർമ്മകൾ പുതുക്കുന്നതിന് മുമ്പുള്ള ദിവസമാണ്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത ലോകമെമ്പാടും അങ്ങനെ തന്നെ ചേർത്ത് പിടിക്കുന്ന ദിവസമാണ്. ഈ അപ്പവും വീഞ്ഞും എന്ന് പറയുന്നത് ലോകത്തെ കാഴ്ചകൾക്ക് ഇന്ന് പുതിയ ഒരുപാട് വീക്ഷണങ്ങൾ നൽകുന്നൊരു ദിവസം കൂടിയാണ്. ആ വേദനകളിൽ നമ്മൾ ഒരുമിച്ചിരിക്കുന്ന സന്ദേശം ഉൾപ്പെടെ നൽകേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുന്ന ആ ദിവസം. അതുകൊണ്ട് തന്നെ ആ ദിവസത്തിൽ പള്ളികളിലും അത്തരത്തിലുള്ള വിശുദ്ധമായ വാചകങ്ങൾ ഉൾപ്പെടെ ഉണ്ടാവുന്നുണ്ട്. ഇന്ന് പള്ളികളിൽ അത്തരത്തിലുള്ള സന്ദേശങ്ങൾ ഉൾപ്പെടെ വിശ്വാസികൾക്ക് നൽകും. ലോകത്താകമാനം അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ ക്രിസ്ത്യാനികളെന്ന് മാത്രമല്ല മനുഷ്യരായുള്ള മുഴുവൻ ആളുകളും ഇത്തരത്തിൽ ആ വിശ്വാസത്തിൻ്റെ ഭാഗമായുള്ള ആ സഹനത്തിൻ്റെയും ആ സന്ദേശത്തിൻ്റെയും ഒരുമയോടെ ചേർന്ന് നിൽക്കേണ്ടതിൻ്റെയും ഒക്കെ ആ സന്ദേശം ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ ആ ഓർമ്മകൾ അത്തരത്തിൽ ആ വിശ്വാസികളെ സംബന്ധിച്ച് അത്രയും പ്രധാനപ്പെട്ട ദിവസമാണ്. ആ ദിവസത്തിൻ്റെ ഏറ്റവും വിശുദ്ധമായ കുർബാന ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇത്തരത്തിൽ ഓർത്തഡോക്സ് സഭയുടെ കാൽകഴുകൽ ശുശ്രൂഷ നടക്കുന്നത്. പാമ്പാടി ദേറയിലാണ് സഭാധ്യക്ഷൻ പങ്കെടുക്കുന്നത്. ഇനി തിരുവനന്തപുരത്തേക്ക് നമ്മൾ പോവുകയാണ്. ഹാൻസ് നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. ഹാൻസെ, പറഞ്ഞോളൂ, അവിടെ ഏതുവരെയായി ഈ ചടങ്ങുകളൊക്കെയും?
സേതു, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം പുന്നൻ റോഡിലുള്ള നമ്മുടെ സെക്രട്ടേറിയറ്റിന് സമീപം തന്നെയുള്ള സെയിന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സിംഹാസന കത്തീഡ്രലിലാണ് ഉള്ളത്. ഇവിടെ ഇന്ന് പുലർച്ചെ 6 മണിയോടുകൂടിയാണ് പെസഹ വ്യാഴവുമായി ബന്ധപ്പെട്ടുള്ള ദിവ്യബലി ആരംഭിച്ചത്. ഇപ്പോൾ ദിവ്യബലി പുരോഗമിക്കുകയാണ്. ഇവിടെ നിലവിൽ ഈ കാലുകഴുകൽ ശുശ്രൂഷയില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ യാക്കോബായ സഭയുടെ പ്രാർത്ഥനാ ചടങ്ങുകൾക്കനുസരിച്ചാണ് ഇവിടുത്തെ ദിവ്യബലി പുരോഗമിക്കുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് 6-ന് സന്ധ്യാ നമസ്കാരവുമുണ്ട്. അതോടുകൂടി പെസഹ വ്യാഴവുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർത്തിയാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് പ്രധാനപ്പെട്ട പള്ളികളിൽ വൈകിട്ടോടുകൂടിയാണ് ഇന്ന് ദിവ്യബലി ആരംഭിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാളയം സെയിന്റ് ജോസഫ് കത്തീഡ്രലിൽ തന്നെയാണ്. ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് നെറ്റോയുടെ നേതൃത്വത്തിൽ വൈകിട്ട് 5 മണിക്കാണ് തിരുവത്താഴ ദിവ്യബലി നടക്കുക. അതിനുശേഷം കാലുകഴുകൽ ശുശ്രൂഷയുണ്ട്. പിന്നീട് രാത്രി 8 മുതൽ 12 മണിവരെ കുർബാനയുടെ ആരാധനയുണ്ടാകും. അതിനുശേഷം മറ്റ് ചടങ്ങുകളൊന്നും തന്നെയില്ല. പിന്നെ നാളെ വെള്ളിയാഴ്ചയാണ് മറ്റ് പ്രാർത്ഥനാ ചടങ്ങുകളുണ്ടാകും. ഒപ്പം തന്നെ പട്ടം സെയിന്റ് മേരീസ് മേജർ ആർക്കി എപ്പാർക്കിയൽ കത്തീഡ്രലിൽ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാത്തോലിക്ക ബാവയുടെ കാർമ്മികത്വത്തിൽ വൈകിട്ട് 3-നാണ് പെസഹ കുർബാന. അവിടെയും കാലുകഴുകൽ ചടങ്ങുകൾ ഇന്ന് സജ്ജമാക്കിയിട്ടുണ്ട്. വെട്ടുകാട് പള്ളിയിലും വൈകിട്ടാണ് ശുശ്രൂഷ ചടങ്ങുകൾ നടക്കുക. സേതു, ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ പള്ളികളിലൊക്കെ ദേവാലയങ്ങളിലൊക്കെയും ശുശ്രൂഷകൾ പുരോഗമിക്കുകയാണ്. പെസഹ ആചരിക്കുകയാണ് ക്രൈസ്തവ വിശ്വാസികൾ. പിന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇതിപ്പം ക്രൈസ്തവ വിശ്വാസികൾ മാത്രമല്ല, ലോകത്തിന് തന്നെ എത്രയോ വലിയൊരു സന്ദേശം നൽകിയ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ആ പീഡാനുഭവ സ്മരണകൾ അത് മനുഷ്യരാശിക്ക് മുഴുവൻ ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ്. അപ്പോൾ ചടങ്ങുകൾ പുരോഗമിക്കുന്നുണ്ട്.